ഹലോ, എല്ലാവർക്കും ഓൾ മൂവി കണ്ടന്റുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ ഓൾ മൂവി കണ്ടന്റ് മീഡിയ പറഞ്ഞ ഈ പേര് ഞാൻ മാറ്റാൻ പോവാണ്. കാരണം ഇത് കുറച്ച് നീണ്ട പോലെയും പിന്നെ അത്ര ഒരു ഗുമ്മിട്ടില്ല. ഞാൻ വേറൊരു പേരായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇതിന് ഗുമ്മ ഇട്ടോ അത് മറ്റേ എൻ്റെ പേര് ഞാൻ മാറ്റി ശശി അതുപോലെ ആണെന്നൊന്നും എനിക്കറിയില്ല. അതായത് ഞാൻ മാറ്റിയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു റിവ്യൂ ആണ്. ഞാൻ ഇപ്പോൾ എന്താ പറയുക, രാത്രി 11:30 ഇതുവരെ ഒരു പടം കണ്ട് ഇനി അർജൻറ്റീനയുടെ കളി കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പടം കണ്ട് കഴിഞ്ഞപ്പോൾ റിവ്യൂ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊന്ന് മനസ്സിൽ തോന്നി ഒന്ന് ചെയ്തേക്കാം. കാരണം അത്രയ്ക്ക് നല്ലൊരു പടമാണ്, കുറച്ച് പേര് അറിയട്ടെ എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ്. കാണുന്ന 10-20 പേരാണെങ്കിൽ അവരെങ്കിലും ഇത് പോയി കാണാത്തതിനെ വെച്ചാണ് ഞാൻ ഈ റിവ്യൂ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂവിൽ കിടക്കാം. ഇപ്പോൾ 2026 പല സ്ഥലത്തും തമിഴിലും മലയാളത്തിലൊക്കെ കുറേ കണ്ടന്റ് മൂവീസ് വന്നു, ഇംഗ്ലീഷിലൊക്കെ. പക്ഷേ ഒരിക്കലും വരില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു ലാംഗ്വേജിലാണ് ഇന്ന് ഞാൻ ഈ കണ്ട പടം വന്നത്. ഇതേപോലെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം വേറെ ഒരു ലാംഗ്വേജല്ല, തെലുങ്ക് എന്ന് വെച്ചാൽ ഫുള്ളും മറ്റേ മാസ് ഇടി ഇതിന് പിന്നിലൊക്കെ പോകുന്നവർ ഒരിക്കലും കണ്ടന്റ് ചെയ്യില്ല എന്ന് എനിക്ക് വിചാരിച്ചിട്ട്. ഒരു കണ്ടന്റ് അവർ കൊണ്ടുവരില്ല, കാരണം വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അവരുടെ കയ്യിലുള്ള കണ്ടന്റ് ഒരു ചെറിയ കണ്ടന്റ് ആണെങ്കിൽ അവർ ആശങ്ക ഇതൊക്കെ ഓവറാക്കുന്നൊന്നും ഓവറാക്കില്ല. പടം എന്താണെന്ന് വെച്ചാൽ ഗീതം. നിങ്ങൾ ഇതിൻ്റെ റീൽസൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ റീൽസൊക്കെ ഇൻസ്റ്റയിൽ കറങ്ങി നടക്കുന്നുണ്ട്. പിന്നെ ഇത് മലയാളത്തിൽ കുറേ പേർ റിവ്യൂ ചെയ്ത് ഞാൻ കണ്ടില്ല. പക്ഷെ ഞാനിത് പറയുന്നത്, നമ്മൾ ഉണ്ണി ബോസൊക്കെ ഇതൊക്കെ റിവ്യൂ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ണി ബോസൊക്കെ നിരന്തരം ഒരു 20-25 മിനിറ്റിലൊക്കെ റിവ്യൂ അറിയാം. കാരണം അജാതി സാധനമാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടൻ്റാണ് ഇത് ചെയ്യുമെന്ന് അറിയാം. ഈ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് ഈ പടം പിന്നെ മോശമായ എന്തെങ്കിലും അല്ലെങ്കിൽ കൂടെ കോമഡിയൊക്കെ വർക്കായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ കണ്ടൻറ്റ് അജാതി കണ്ടൻറ്റാണ്. ഇതിൻ്റെ സിമ്പിളായിട്ട് കണ്ടൻറ്റ് ആണെങ്കിൽ ഒരു നാട് എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിരാമായണം പോലെ അന്ധവിശ്വാസമൊക്കെ നടക്കുന്നൊരു നാട്. ആ നാട്ടുകാർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താ പറയുക, ഒരു ശാപം കിട്ടുന്നു. ആ ശാപത്തിൻ്റെ പുറത്ത് ആ ശാപം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, അവരെന്ത് പറയാൻ ശ്രമിച്ചാലും ഒരു പാട്ടായിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയാണ് ആ ശാപം. അപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമാണ്. അത് പാട്ടായി പാടുമ്പോൾ നമുക്കെന്നെ കേൾക്കുന്ന ഒരു വൃത്തികളുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ സിമ്പിളായിട്ട് എന്താ പറയുക, ആദ്യത്തെ 1/2 മണിക്കൂർ ഞാൻ പറഞ്ഞ് കണ്ടിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇതൊരു പോക്കാണ്. ആ സമയത്ത് ഇവർ പാടിയാണ് നമുക്ക് കേൾക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് അവരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംവിധായകൻ ഒരു വയസ്സായാൽ 92 വയസ്സാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഇതിന് മുമ്പ് എപ്പോഴും ചെയ്യേണ്ട കഥയ്ക്ക് ഇപ്പോൾ എടുത്ത് ചെയ്തുപോലെ ഉണ്ട്. കാരണം അജാതി പടം കിട്ടിയില്ല. പടം നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച ആരും ഒന്നും പറയില്ല, പ്രത്യേകിച്ച് ഇതിൽ നായിക പേരൊന്നും നോക്കിയില്ല. ഇതിൽ നായികയുടെ പേര് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഗൗരി. അത് മതി. ഗൗരി എന്ന് പറഞ്ഞ റോൾ ചെയ്ത നായിക കിട്ടിയിട്ടാക്കി ചെയ്തിട്ടുണ്ട്. കുറച്ച് ഓവറാവുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് ഈ മീറ്റർ പിടിച്ച് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഹീറോനെ കണ്ടാൽ നമുക്കൊരു ഹീറോ ഒന്നും തോന്നില്ല. പക്ഷേ ചങ്ങായി ചെയ്യുന്നതും പിന്നെ അവസാനം കുറച്ച് സമയങ്ങളൊക്കെ ചങ്ങായി ഹീറോ ആയി പൊളിച്ചു. പിന്നെ ഇതിൽ പല ചെറിയ ചെയ്ത പലവരും ഒരു രക്ഷയില്ല, കിട്ടിണ്ടാക്കി ചെയ്തിട്ടുണ്ട്. ആരെയും മോശം പറയില്ല. കാരണം അച്ചാടി അടിപൊളിയായിട്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ മേക്കിങ്ങും ഇതിൻ്റെ എന്താ പറയുക, ഒരു കളറിങ് അങ്ങനെ എല്ലാം അടിപൊളിയാണ്. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞതിൻ്റെ മ്യൂസിക്, DSP എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അധികം പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരാളുണ്ട് മ്യൂസിക് സംവിധായകൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പടം കണ്ടപ്പോൾ മനസ്സിലായി മൂപ്പർ ലെവൽ എന്താണെന്ന്. വെറുതൊന്നുമില്ല, ഇവർ പാടുന്നില്ല, ഇവർ സംസാരിക്കുന്നതാണ്. പാട്ട് പോലെ വരുമ്പോൾ അതിനൊരു മ്യൂസിക് ഇടണ്ടേ. അതൊക്കെ എച്ചാണ്ടി ഗംഭീരമായിട്ട് ചെയ്തേക്കുന്നത്. ഈ സിനിമയുടെ ഉയരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കാണ്. അതേപോലെ ഇവർ സംസാരിക്കുന്നതൊക്കെ മ്യൂസിക് ഇട്ട് നമുക്കൊരു പാട്ടിൻ്റെ അനുഭൂതിയാണ്. ഒരു ഒട്ടും ബോറടിക്കാൻ നമുക്ക് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി പടം. അത് ജയിച്ചോ തോറ്റൊന്നും ഞാൻ അറിയില്ല, അതൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ ഇത് ജയിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തെലുങ്കിന് വല്ലപ്പോഴും ഇങ്ങനത്തെ ഓരോ കണ്ടന്റ് ഓരോ പറയുന്നുണ്ട്. അതും എന്താ പറയുക, അതും ചിലപ്പോൾ അങ്ങനെ വന്നൊരു പടമാണിത്. അടിപൊളി പടം. നിങ്ങൾക്ക് ടൈമുണ്ടോ, നിങ്ങൾക്കൊരു
എന്താ പറയുക, നല്ലൊരു കണ്ടന്റ് അറിയണമെന്നുണ്ടോ ഈ പടം പോയി കാണാം. ഇതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം കണ്ടോ, എന്താ പറയുക, ഇപ്പം ഏതാ, ഞാനൊക്കെ എന്താ പഠിക്കുമ്പോൾ മെയ്യിൽ തൊട്ട് മഴ തുടങ്ങിയിട്ട് ആഗസ്റ്റ് ആകുമ്പോഴാണ് പെയ്യുക. പക്ഷേ ഇപ്പോൾ മെയ് കഴിഞ്ഞ് ജൂണായി, ഇപ്പോൾ ജൂലൈ, അതിനകത്ത് മഴയില്ല, അതിന് മഴയില്ല. അപ്പം അതിനൊക്കെ എനിക്കൊരു കാരണം പറഞ്ഞാൽ മരത്തിൻ്റെ ഒക്കെ മരമൊക്കെ മുറിക്കുന്നതൊക്കെ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലത്തെ ഒരു മെസ്സേജ് ഇതിൽ തരുന്നുമുണ്ട്. ആ മെസ്സേജ് തന്നെ വേറെ ലെവലാണ്. ഇതിലെ മെസ്സേജ്, ഇതിലെ കണ്ടന്റ് എല്ലാം വേറെ ലെവലായതുകൊണ്ട് ഈ പാട്ടും വേറെ ലെവലാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഞാൻ പറയുമ്പോൾ മേക്കിങ്, ഒരു രക്ഷയില്ലാത്ത മേക്കിങ്ങാണ്. ആ സ്ഥലം തന്നെ ഒരു സെറ്റിട്ടാനൊക്കെ തോന്നും. പക്ഷേ ഇവരുടെ പെർഫോമൻസും ഈ സെറ്റൊക്കെ വെച്ചിട്ട് സെറ്റിട്ടാണ് വേറെ ലെവലായിട്ടാണ് അവർ ചെയ്തത്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ ചില സ്ഥലത്ത് ചെറിയ ഗ്രാഫിക്സ് പോയിട്ടുണ്ട്, അത് നോക്കണ്ട, അത് ഇപ്പോഴത്തെ പടമല്ലേ, അല്ല എന്താ പറയുക, അത് കുറച്ച് ബഡ്ജറ്റ് കുറച്ചിട്ട് എടുത്തത് ഉണ്ടായിരിക്കും. എന്തായാലും പടം എന്ന് പറയുമ്പോൾ കാണാം. എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വന്ന് റിവ്യൂ ചെയ്യുന്ന ആളാണ്, എന്നെ വിശ്വാസമില്ല എന്ന് വിചാരിക്കുന്നതൊന്നും പോയി കാണുക. അല്ലാതെ ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ ഷോർട്സ് വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് ചെറിയ വിശ്വാസം നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം പോയി കാണാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല കോമഡിയും നല്ല എന്താ പറയുക, നല്ല വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തൊരു പടമാണ് സംഗീതം 2026 എന്ന് അടിച്ചു കൊടുത്ത് ടെലിഗ്രാമിൽ വരും, അല്ലെങ്കിൽ ഇത് എന്താ പറയുക ആകാത്തമില്ല അതിലേ വരും, അല്ല നെറ്റ്ഫ്ലിക്സിൽ വരും. അപ്പോൾ എന്തായാലും പോയി കാണാം, മസ്റ്റ് വാച്ച് മൂവിയാണ്. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഇത് തമിഴ് ഡബ്ഡ് പോയി കണ്ടോളി, സത്യമായിട്ട് പോയി കണ്ടോളി. തമിഴ് ഡബ്ഡ് അത്രയ്ക്ക് അടിപൊളിയാണ്. ഞാൻ ഇത് തെലുങ്കിൻ്റെ വീഡിയോ ട്രെയിലറൊക്കെ കണ്ട്, പക്ഷേ ഞാൻ ഇതെടുത്തിട്ട് തമിഴിട്ടുണ്ടപ്പോൾ സെയിം, അത് ഒരു വ്യത്യാസമില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയണം, സാധാരണ ഡബ് ചെയ്തതിനെക്കാട്ടി ഡബിൾ ഇരട്ടിയാണ് ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പടം പിന്നെ ഡബ് ചെയ്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം പാട്ടായിട്ടാണ് ഡബ് ചെയ്യാൻ, അത് ഭയങ്കര റിസ്ക്കാണ്. പക്ഷെ അത് ഇത്രയ്ക്ക് അടിപൊളിയായിട്ട് തമിഴിൽ ചെയ്തു എന്ന് വെച്ചാൽ അത് വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾക്ക് തെലുങ്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നേരെ തമിഴ് വിട്ടോ, തമിഴ് ഡബ്ഡ് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ മലയാളം ഡബ്ബുണ്ട്, അതെനിക്കറിയില്ല, നിങ്ങൾക്ക് സമയം വെറുതെ വേണമെങ്കിൽ കയറ്റി കണ്ടോളി. മലയാളം ഞാൻ കണ്ടിട്ടില്ല, ബോറായിരിക്കുമെന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം ഇത് പാട്ടാണ്, എനിക്കറിയാമല്ലോ, തെലുങ്കിലും തമിഴിലും പാട്ട് തന്നെ ഇവിടെ വന്ന് വെറുതെ കൊളാക്കാൻ. അപ്പോൾ ഈ പാട്ട് മാത്രമുള്ള പടത്തിൽ പാട്ട് കൊളാക്കുമെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ തമിഴ് ഡബ്ബിൽ പോയി നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ എവിടെയെങ്കിലും പോയി കണ്ടോ, നല്ലൊരു പടമാണ്, നിങ്ങൾക്ക് മസ്റ്റ് വാച്ച് മൂവിയാണ്. അപ്പോൾ അടുത്തൊരു മൂവിയിൽ ഉപയോഗിച്ച് വരുന്നവരായിരിക്കും. ബൈ. അപ്പോൾ മറക്കട്ടോ, പേര് മാറ്റും.